പഞ്ചാബിലെ അമൃത്സറിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചതായി റിപ്പോർട്ട്. മിസൈൽ ആക്രമണത്തെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തകർന്ന മിസൈലിന്റെ ഭാഗങ്ങൾ ഇന്ത്യൻ സൈന്യം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആക്രമണം നടന്നത്. അമൃത്സർ പോലീസ് സൂപ്രണ്ട് മനീന്ദർ സിംഗ് മിസൈൽ ഭാഗങ്ങൾ ലഭിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. സൈന്യത്തെ അറിയിച്ചെന്നും സ്പെഷ്യൽ ടീമെത്തി ഭാഗങ്ങൾ പരിശോധിച്ചെന്നും മനീന്ദർ സിംഗ് വ്യക്തമാക്കി. അമൃത്സറിൽ ഇന്ന് പുലർച്ചെ 1 മണിക്ക് ശേഷം 10 മിനിറ്റിനകം 6ഓളം സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വൈദ്യുതി നിർത്തിവെച്ചെന്നും പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നും പ്രതിരോധ മന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന കൃത്യമായ സൂചനയും പ്രതിരോധ മന്ത്രി യോഗത്തിൽ നൽകി. ഇതോടെ ഇന്ത്യ എന്തും നേരിടാൻ തയ്യാറായി മുന്നോട്ടു പോകുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചന. അതേസമയം ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ചു. രഹസ്യ സ്വഭാവമുള്ള ചില വിവരങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. നടപടികൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യോഗത്തിൽ കേന്ദ്രത്തിന് പറയാനുള്ളത് കേട്ടു. പ്രതിസന്ധി സമയത്ത് കേന്ദ്രത്തിനൊപ്പമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനും ഭീകരവിരുദ്ധ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയെന്ന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. സർവകക്ഷി യോഗത്തിൽ എല്ലാ നേതാക്കളും പക്വത കാണിച്ചു. സേനയെ ഏവരും പ്രശംസിച്ചു. ഭീകരവിരുദ്ധ പ്രവർത്തനം തടയുന്നതിനുള്ള നടപടികൾക്ക് പ്രതിപക്ഷം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കിരൺ റിജിജു അറിയിച്ചു. ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനികരുടെ ധൈര്യത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ പാർലമെന്റിലെ ലൈബ്രറി കെട്ടിടത്തിലാണ് രാവിലെ സർവകക്ഷി യോഗം ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, മന്ത്രിമാരായ JP നഡ്ഡ, നിർമ്മല സീതാരാമൻ, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സമാജ്വാദി പാർട്ടിയുടെ രാംഗോപാൽ യാദവ്, AAPയുടെ സഞ്ജയ് സിംഗ്, ശിവസേനയുടെ സഞ്ജയ് റാവത്ത്, NCPയുടെ സുപ്രിയ സുലെ, അസദുദ്ദീൻ ഒവൈസി, BJDയുടെ നസ്മിത് പത്ര എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് മധ്യമേഖലകളിലുള്ള 27 വിമാനത്താവളങ്ങളിലെ വാണിജ്യ വിമാന സർവീസുകൾ ശനിയാഴ്ച രാവിലെ 5:29 വരെ നിർത്തിവച്ചിട്ടുണ്ട്. ഇന്ത്യ എന്തും നേരിടാനുള്ള ഒരുക്കത്തിലാണ്. വ്യാഴാഴ്ച മാത്രം 430 സർവീസുകളാണ് റദ്ദാക്കിയത്. രാജ്യത്തെ ആകെ ഷെഡ്യൂൾഡ് സർവീസുകളുടെ 3% ഇത്. പാകിസ്ഥാൻ 147 വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന് റിപ്പോർട്ടുണ്ട്. അവരുടെ പ്രതിദിന സർവീസുകളുടെ 17%. ശ്രീനഗർ, ജമ്മു, ലേ, ചണ്ഡീഗഡ്, അമൃത്സർ, ലുധിയാന, പാട്യാല, ഭട്ടിൻഡ, ഹൽവാര, പഠാൻകോട്ട്, ഭുംതർ, ഷിംല തുടങ്ങിയ വിമാനത്താവളങ്ങളിലാണ് സർവീസ് നിർത്തിവച്ചിട്ടുള്ളത്. കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള വ്യോമ മേഖലയിലും പാകിസ്ഥാൻ വ്യോമ മേഖലയിലും വ്യാഴാഴ്ച സിവിലിയൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആഗോള വിമാന ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലൈറ്റ് റഡാർ 24 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.